സാർ നമസ്കാരം. നമസ്കാരം. ഇന്നലെ മലപ്പുറം കാളികാവിൽ രക്തസാക്ഷി കുഞ്ഞാലിയുടെ അനുസ്മരണ സമ്മേളനം നടക്കുകയുണ്ടായി. ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചത് നമ്മുടെ പഴയ നിയമസഭാ സ്പീക്കർ ഷംസീർ ആയിരുന്നു. ഷംസീർ കുഞ്ഞാലിയെ അനുസ്മരിക്കുമ്പോൾ തന്നെ അതിൽ കൂടുതലായി അനുസ്മരിച്ചത് 2026 CPM-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പരാജയവും ആ പരാജയത്തിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതൽ നേരം അനുസ്മരിച്ചത്. കുഞ്ഞാലിയെ കൂടുതലായി അനുസ്മരിക്കാനില്ലാത്തത് കൊണ്ടോ അതോ ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയം കൃത്യമായി ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ തൻ്റെ പങ്കിനെക്കുറിച്ചോ ആണ് അവിടെ ഷംസീർ സംസാരിച്ചതും ചിന്തിച്ചതും. ഷംസീർ പറഞ്ഞത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ദിവസം പോസ്റ്റൽ വോട്ട് എണ്ണിത്തീരുന്നത് വരെ നമ്മൾ എന്ന് പറഞ്ഞാൽ CPM കരുതി നമ്മൾ വീണ്ടും 3.0 ആവർത്തിച്ച് ഭരണത്തിൽ വരും. എന്നാൽ പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണാൻ തുടങ്ങിയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയി. അവിടെ മുതൽ നമ്മുടെ കാലിടറി. ആ കാലിടറി കഴിഞ്ഞ് പിന്നീട് തോൽവി സമ്പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് 35 സീറ്റിലേക്ക് ഒതുങ്ങി. ഇതെന്താണെന്നുള്ള പഠനം നടന്നു. ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ പഠനം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും എല്ലാം തന്നെയാണ് തോൽവിക്ക് കാരണമായത്. ഇതിന് പിണറായി വിജയനെയും MP ഗോവിന്ദനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഓരോ കമ്മിറ്റികളും പരാജയ അവലോകന യോഗങ്ങളിൽ ആരോപണങ്ങൾ ഉയർത്തിയത്. എന്നാൽ സംസ്ഥാന സമിതിയിൽ നിന്നും ഇത് കേന്ദ്ര സമിതിക്ക് റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും എല്ലാം പേരൊക്കെ വെട്ടിമാറ്റി ഏതെങ്കിലും നേതാക്കൾക്ക് മാത്രമല്ല നേതൃത്വത്തിന് പൊതുവായി സംഭവിച്ച ഒരു വീഴ്ചയുടെ ഫലമായി തന്നെയാണ് പരാജയം, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം നേതൃത്വത്തിന് മൊത്തത്തിലാണ്, ഏതെങ്കിലും നേതാക്കൾക്കല്ല എന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു. കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ട് തൊട്ടുപോലും നോക്കാതെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ കൃത്യമായി കേരളത്തിലെ കാര്യങ്ങൾ മനസ്സിലായി. ദേശീയ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും എല്ലാം പിടിപ്പുകേട്, ധൂർത്തും ധാർഷ്ട്യവും അഹങ്കാരവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ജീവിതവും തന്നെയാണ് ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടിയെ അകറ്റിയത്. അവരാണ് ഈ പാർട്ടിയുടെ തോൽവിക്ക് കാരണം എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ടുണ്ടാക്കി കീഴ്ഘടകങ്ങളിലേക്ക് അയച്ചു. ഇതാണ് ഷംസീർ കാളികാവിൽ പരാമർശിച്ചത്. അതായത് മാറേണ്ടവർ മാറണം, തിരുത്തേണ്ടവർ തിരുത്തണം. പിണറായി വിജയനും MP ഗോവിന്ദനും നേരിട്ട് തന്നെയാണ് ഷംസീർ ആ ചോദ്യം ഉയർത്തിയതും അത് ജനങ്ങളെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞതും. മറ്റൊന്നുകൂടി പറഞ്ഞു, പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ പരാജയം തീർത്തും ആ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലുണ്ടായ പാളിച്ചയാണ്. ഒരുപക്ഷെ ഇവരുടെ കമ്മിറ്റികളിലല്ലാതെ ഒരു നേതാവ് പരസ്യമായി ഇത്തരം കാര്യം വന്ന് പൊതുവേദിയിൽ CPM-ന്റെ ഒരു നേതാവ് പറയുന്നത് ആദ്യം തന്നെയാണ്. എന്തായാലും എല്ലായിടത്തും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഷംസീർ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ഉന്നം വെച്ച് തന്നെയാണ് കാര്യം പറഞ്ഞത്. ഇതിൽ ഷംസീറിൻ്റെ ഒരു മധുര പ്രതികാരം കൂടിയുണ്ട്. പഴയ കോടിയേരി പക്ഷക്കാരനായ ഷംസീറിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി പിണറായി വിജയൻ മരുമകന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടി കോടിയേരി പക്ഷക്കാരനായ ഷംസീറിന് വെട്ടി. ഈ കുറി കോഴിക്കോടിനപ്പുറത്തേക്ക് വടക്കൻ മലബാറിൽ ഉണ്ടായ എല്ലാ പരാജയങ്ങളുടെയും CPM-ന്റെ പരാജയങ്ങളുടെയും പിന്നിൽ ഷംസീറിൻ്റെ കൈയുണ്ട് എന്ന് കൂടി പറയപ്പെടുന്നു. എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപ്, ഷംസീർ പറഞ്ഞതല്ല, മനസാക്ഷിയിൽ നിന്ന് ഹൃദയത്തിൽ തെറ്റോ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷംസീറിന് പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. CPM-ന്റെ ഹെറാർക്കിയിൽ, ചെറുപ്പക്കാരുടെ ഹെറാർക്കിയിൽ മുന്നിൽ നിന്ന നേതാവാണ് P. രാജീവ്, MP രാജേഷ്, ശ്രീരാമകൃഷ്ണൻ. അത് കഴിഞ്ഞ് ഷംസീർ ഒക്കെ മുന്നിൽ നിന്ന നേതാക്കന്മാരായിരുന്നു. പക്ഷേ ഇവരെല്ലാം മാറ്റിക്കൊണ്ട് പ്രദീപ് കുമാർ, കോഴിക്കോട് നിന്ന് പ്രദീപ് കുമാർ, ഞാൻ ഈ പറഞ്ഞവരെ മുഴുവൻ മത്സര രംഗത്തുനിന്നും പാർട്ടിയുടെ സജീവ രംഗത്തുനിന്നും മാറ്റി റിയാസിനോട് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരുടെ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാൻ പിണറായി വിജയൻ നോക്കി. അതിൻ്റെ ഫലമായിരുന്നു ഷംസീറിന് മാറി നിൽക്കേണ്ടി വന്നത്. അതിൻ്റെ അമർഷവും ഈർഷ്യയും ഷംസീറിനുണ്ടാവുകയും ചെയ്തു. പിന്നെ രണ്ടാമത് ഇത് കാണേണ്ടത്, കുഞ്ഞാലി അനുസ്മരണ ചടങ്ങിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ CPM ഏറ്റവും വലിയ വഞ്ചന കാണിച്ചിരിക്കുന്ന ആരോട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരുടെ ആത്മാവിനോട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരുടെ രക്തസാക്ഷിത്വത്തെയാണ് CPM ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന പേര് കുഞ്ഞാലി MLA-യുടേതാണ്, നിലമ്പൂർ എന്നുള്ള MLA. അത് പറയാൻ കാരണം, കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുകയത് ഒരു രാഷ്ട്രീയ സംഘടനത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് കുഞ്ഞാലി ചെയ്യുന്നത്, നിലമ്പൂർ MLA ആയിരിക്കുമ്പോൾ. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ആരോപണം അന്ന് തൊട്ട് സഹാക്കളെ വിളിക്കാൻ തുടങ്ങിയ പേര്
കുഞ്ഞാലിയെ കൊന്ന ആര്യാടനാണ് വിളിച്ചിരുന്നത്. അതെ. ആര്യാടൻ മുഹമ്മദിനെ കൊലയാളിയായിട്ട് വളരെ പെട്ടെന്ന് ചിത്രീകരിച്ചു. അദ്ദേഹമായിരുന്നു അന്ന് നിലമ്പൂരിൽ നിന്നുള്ള അടുത്ത നേതാവ്. അപ്പോൾ ഉടനെ ഡെവലപ്മെൻറ്റ് വന്ന് ഇത് പിന്നീട് രാഷ്ട്രീയത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ലാഭനഷ്ടങ്ങളും എല്ലാം നോക്കി, അവസരവാദവും നോക്കി ഓരോ പാർട്ടികൾ ഓരോ സ്ഥലത്തേക്ക് മാറി. ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ്സിലെ ആൻ്റണി ഗ്രൂപ്പായിരുന്നു. ആൻ്റണി ഗ്രൂപ്പ് കോൺഗ്രസ്സിൽ നിന്നും മാറി CPM അലയൻസ് ഉണ്ടാക്കി. CPM അലയൻസ് ഉണ്ടാക്കിയപ്പം അവിടെ നിലമ്പൂർ മത്സരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി കുഞ്ഞാലിയുടെ ഘാതകനായ, അവരുടെ തന്നെ CPM MLA ആയിരുന്ന കുഞ്ഞാലിയുടെ ഘാതകനെന്ന് അവർ വിശേഷിപ്പിച്ച അവർ മുദ്രാവാക്യം വിളിച്ച് നടന്ന ആര്യാടൻ മുഹമ്മദിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ MLA ഷൗക്കത്ത്. അപ്പം ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഷംസീർ പറഞ്ഞത്, ഷംസീറിനോട് ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടുണ്ടായി വളർന്നു വന്നതാണ്, അല്ല വളർത്തിയെടുത്തതാണ് CPM കുപ്രസിദ്ധമായ അടവ് നയം. ഈ അടവ് നയം ആണ് നിലമ്പൂർ കാണിച്ചത്. നിലമ്പൂർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളോട്, ആന്റണിയോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ പറയണമായിരുന്നു ഇദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ഇപ്പോൾ പലപ്പോഴും പലയിടത്തും പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല, ആര്യാടൻ മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണമായിരുന്നു. പക്ഷേ പകരം കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിക്കാനായിട്ട് നടന്നതാരാണ്? CPMകാരാണ്. ഈ രാഷ്ട്രീയ ചതിയുടെയും വഞ്ചനയുടെയും ഒരു പാരമ്പര്യം പിന്തുടർച്ച അവിടെയുണ്ട്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കുക ആരുടെ സഹായം കൂടാതെ. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടം CPMൻ്റെ കൂട്ടത്തിൽ നിന്ന് പോകുന്നയാൾ അൻവറും പുറത്തേക്ക് വന്നു. അൻവറും CPM പുറത്തേക്ക് വന്നു. അപ്പം ഈ CPMൻ്റെ ചതികൾ തിരിച്ചറിയുന്നവരുണ്ട്. ഇവിടെ ഒന്നുകൂടി ആലോചിച്ചാൽ ഈ ഷംസീറിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് ചോദിച്ചാൽ, ഷംസീറിനെ മാത്രമായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. CPM ഇപ്പം എടുത്തണിഞ്ഞിരിക്കുന്ന മുഖപടം അല്ലെങ്കിൽ മുഖം മൂടി, ഒരു എന്താ പറയുന്നത്, അതിനൊരു പ്രത്യേക വാക്ക് നമുക്ക് കിട്ടുന്നില്ല, ഒരു കോക്കസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അത് വളരെ ലളിതമായ വാക്കായിപ്പോലും, എന്നാൽ പോലും പിണറായി വിജയൻ്റെ ആശ്രിത വത്സലന്മാരുടെയും ഒരു ഉണ്ടായിരിക്കുകയാണ്, ഒരു കോക്കസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ കോക്കസിൽ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒന്ന്, ഫസ്റ്റ് ആ കോക്കസിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും റിയാസാണ്. പിന്നെ മറിച്ച് ഓരോരുത്തർ വരുന്നുണ്ട്. അതിൽ ആ കൂട്ടത്തിൽ സ്ഥാനമില്ലാത്ത ഒരാളാണ് ഷംസീർ. അതുപോലെ പ്രദീപ് കുമാറിന് കോഴിക്കോട് നിന്ന്, അങ്ങനെ ഒത്തിരി പേരുടെ പേര് പറയാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഷംസീർ പറഞ്ഞത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും, ഷംസീറിന് പോലും മനസ്സിലായില്ലെങ്കിലും ഒത്തിരി സാധാരണക്കാരായ CPM പ്രവർത്തകർക്ക് ഇത് മനസ്സിലാവും. ഷംസീർ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവേദിയിൽ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുന്നു, അത് തെറ്റായിപ്പോയി. മറ്റൊന്ന്, മലപ്പുറത്ത് വന്ന് വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയെ താക്കീത് ചെയ്യുന്നതിൽ നമ്മുടെ സ്വരത്തിന് ശക്തി പോരായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പരാജയത്തിൻ്റെ കാരണങ്ങളിലേക്ക് നയിച്ച തന്നെ വസ്തുതകളാണ് എന്ന് ഷംസീർ പറയുമ്പോൾ, ഷംസീർ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സയൻറ്റിഫിക് ടെമ്പർ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ശാസ്ത്രത്തിന് ഗണപതി മിത്താണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഷംസീറും ഈ പരാജയത്തിൻ്റെ, അയ്യപ്പനും മിത്താണ്. അതെ, ഷംസീറും പരാജയത്തിൻ്റെ പാതയിലേക്ക് CPMനെ നയിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ച ഒരു നേതാവ് തന്നെയാണ്. ഗണപതി മിത്താണെന്നും ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാത്ത മാതൃകയാണ് ഗണപതി എന്നൊക്കെ ഷംസീർ പറയുമ്പോൾ 4 വോട്ടിന് വേണ്ടി വിളിച്ചു പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ മറിച്ച് മറ്റുള്ള മതസ്ഥരെ ഏത് തരത്തിൽ വ്രണപ്പെടുത്തുന്നു എന്നുള്ളത് ഷംസീർ ചിന്തിച്ചില്ല. ഷംസീർ അന്ന് നിയമസഭാ സ്പീക്കർ കൂടിയാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുന്ന ആളുകൾ ഒരു മതത്തിനും പ്രിയങ്കരമായിട്ടോ അപ്രിയമായിട്ടോ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വത്തെ മാനിക്കാതെയാണ് ഷംസീർ അത്തരത്തിൽ പ്രസംഗിച്ചത്. സയൻറ്റിഫിക് ടെമ്പർ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഷംസീറിന് മറ്റെന്തൊക്കെ സംസാരിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബുറാക്കിനെ കുറിച്ചും ഏഴാകാശത്തെക്കുറിച്ചുമൊക്കെ ഇസ്ലാം സമൂഹത്തിൽ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം സയൻറ്റിഫിക് ടെമ്പർ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഷംസീർ തള്ളിപ്പറയാനും തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ CPMനെ പരാജയത്തിലേക്ക് നയിച്ച വസ്തുതകളിൽ ഒന്ന് ഈ സയൻറ്റിഫിക് ടെമ്പറും ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഷംസീർ മറന്നു പോകണ്ട. എന്തായാലും ഷംസീർ ഉന്നം വെച്ചത് പിണറായി വിജയനെയും MB ഗോവിന്ദനെയും തന്നെയാണ്. തിരുത്തേണ്ടവർ തിരുത്തണം, മാറേണ്ടവർ മാറണം എന്നൊക്കെ കേന്ദ്ര കമ്മിറ്റി പറയുമ്പോൾ ഇപ്പോഴും തിരുത്തേണ്ടവരും മാറേണ്ടവരും യഥാസ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് കുറെ കൂടി ശക്തരായി തുടരുന്നു എന്നുള്ളത് കണ്ടറിയാം. ഇനിയിപ്പോൾ ഈ സെപ്റ്റംബർ 13 മുതൽ കോഴിക്കോട് വെച്ച് വിപുലീകരിച്ച ഒരു സംസ്ഥാന സമിതി ചേരുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 3 ദിവസം
അവർ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് ആ വിപുലീകരിച്ച സംസ്ഥാന സമിതിയിൽ മാറേണ്ടവർ മാറണം, മാറ്റേണ്ടവർ മാറണം, നീങ്ങേണ്ടവർ നീങ്ങണം എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിപുലമായ ഒരു ചർച്ചയും വിപുലമായ തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ചർച്ചയിൽ സംഭവിക്കാൻ സാധ്യത ആയുഷ്കാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുണ്ട് മാവോയൊക്കെ അനൗൺസ് ചെയ്ത പോലെ പിണറായി വിജയനെ ആയുഷ്കാല നേതാവായിട്ട് അനൗൺസ് ചെയ്താൽ ആരും അത്ഭുതപ്പെടണം.